എല്ലാവർക്കും PSc ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിലൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശബ്ദ വിഭാഗം ബേസിക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മലയാളം പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോയൊക്കെ കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ശബ്ദ വിഭാഗം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന ശബ്ദത്തിൻ്റെ വിഭാഗങ്ങൾ വർണ്ണം, അക്ഷരം, വാക്ക്, വാക്യം. ഇത് നാലെണ്ണമാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ അക്ഷരങ്ങളിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വരും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കിപ്പോകാം. വർണ്ണം എന്ന് പറയുമ്പോൾ വർണ്ണം എന്താണ്? വർണ്ണം എന്ന് വെച്ചാൽ പിരിക്കാൻ കഴിയാത്ത ശബ്ദത്തെയാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത്. പിരിക്കാനായിട്ട് കഴിയില്ല, പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. അതുപോലെ ഉച്ചാരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം എന്ന് പറയുന്നത്. ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകം, ഉച്ചാരണത്തിന്റെയും ഭാഷയുടെയും ഒക്കെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. അതുപോലെ തന്നെ അതിനെ പിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും ചെറിയ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണം. ഏറ്റവും ചെറിയ ഘടകം, പിരിക്കാൻ കഴിയില്ല, ഏറ്റവും ചെറിയ ഘടകമാണ്. അതുപോലെ തന്നെ പിരിക്കാൻ കഴിയില്ല, പിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു വ്യഞ്ജനം ക എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ക പ്ലസ് ആ, ക അധികം ആയാണ് എന്തെന്ന് പറയുന്നത്? ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാകുന്നത്. ക എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ക പ്ലസ് ആയാണ് ക എന്ന് പറയുന്നത്. ഇതിലെ ക അതുപോലെ തന്നെ ആ, ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത്. ക അതുപോലെ തന്നെ ആ. ക എന്ന് പറയുമ്പോൾ എന്താണ്? ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരമാണ് ആണല്ലോ. അപ്പൊ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരം, അതുപോലെ തന്നെ ആ എന്ന് പറയുന്നത് എന്താണ്? സ്വരാക്ഷരം. ഇതൊക്കെയാണ് എന്ത്? വർണ്ണങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരങ്ങൾ, അതുപോലെ എന്താണ്? സ്വരാക്ഷരം, ചില്ലക്ഷരങ്ങൾ, അനുസ്വാരങ്ങൾ. ഇതൊക്കെയാണ് എന്ത്? വർണ്ണങ്ങൾക്ക് ഉദാഹരണം. അപ്പൊ വർണ്ണങ്ങളാണ് ക, അതുപോലെ ആ എന്ന് പറയുന്നത് എന്താണ്? വർണ്ണങ്ങളാണ്. ഇനി ഈ വർണ്ണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? അക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. വർണ്ണങ്ങൾ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? അക്ഷരങ്ങൾ ഉണ്ടാവുന്നു. അക്ഷരങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ക എന്ന് പറയുന്ന വർണ്ണവും ആ എന്ന് പറയുന്ന വർണ്ണവും കൂടി ചേർന്നിട്ടുണ്ടായ അക്ഷരമാണ് എന്ത്? ക. ഓക്കെ, അപ്പൊ ക, അതുപോലെ ച, ത, വ, ഇതൊക്കെ എന്താണ്? അക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പൊ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് അക്ഷരങ്ങൾ. വർണ്ണങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? അക്ഷരങ്ങൾ ഉണ്ടാവുന്നു. ഇനി ഈ അക്ഷരങ്ങളുടെ ഭാഗത്ത് വരുന്ന PSCക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മാത്ര? മാത്ര എന്ന് വെച്ചാൽ എന്താണ്? അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയുക? മാത്ര എന്ന് പറയുക. അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം. ഇപ്പോൾ ക എന്ന് പറയുമ്പോൾ ക എന്ന് പറയാൻ ഞാൻ എത്ര സമയം എടുത്തു? അതിനെയാണ് എന്ത് പറയുന്നത്? മാത്ര എന്ന് പറയുന്നത്. PSCയുടെ മുന്നത്തെ ചോദ്യമാണ്. മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്? മാത്ര എന്ന് പറയുന്നത്. ക അല്ലെങ്കിൽ ച എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം സമയം എടുക്കുന്നുണ്ട് ആ അക്ഷരം പറയാനായിട്ട്, ആ സമയത്തെയാണ് നമ്മൾ എന്ത് പറയാ? മാത്ര എന്ന് പറയാ. ഇനി ഈ അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളും ഉണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തത് പറയും. ഇപ്പോൾ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? വാക്കുണ്ടാവുക. വാക്ക് അഥവാ പദം. വാക്ക് അഥവാ പദം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ ഉണ്ടാവുന്നത് എന്ത് ചേർന്നിട്ടാണ്? അക്ഷരങ്ങൾ കൂടി ചേർന്നാണ്. വാക്കുകൾ കൂടി ചേർന്ന് എന്തുണ്ടാവും? വാക്യം ഉണ്ടാവും. വാക്കുകൾ കൂടി ചേർന്ന് വാക്യം ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? വർണ്ണം. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? ഏറ്റവും ചെറിയ ഘടകമാണ് അല്ലെ? പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ്. ഉച്ചാരണത്തിന്റെ ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. പിന്നീട് അതിനെ പിരിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പൊ ക പ്ലസ് ആ, ക ആയും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ക അതുപോലെ തന്നെ ആ എന്താണ്? വർണ്ണങ്ങളാണ്. ഇത് രണ്ടും വർണ്ണങ്ങളാണ്. വർണ്ണത്തിന് എക്സാമ്പിൾ ആണ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരം, അതുപോലെ തന്നെ എന്താണ്? ആ എന്ന് പറയുമ്പോൾ സ്വരാക്ഷരം, ചില്ലക്ഷരങ്ങളൊക്കെ എന്താണ്? വർണ്ണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.
ഇനി ഈ വർണ്ണം ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? അക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവുന്നത് ക എന്ന് പറയുന്ന വർണ്ണവും അതുപോലെ ആ എന്ന് പറയുന്ന വർണ്ണവും ചേർന്നിട്ടാണ്. അപ്പൊ അക്ഷരങ്ങൾ ഉണ്ടായി. ഈ അക്ഷരം ക അല്ലെങ്കിൽ ച എന്ന് പറയാൻ നമ്മൾ എടുക്കുന്ന സമയമാണ് എന്ത് പറയുന്നത്? മാത്ര എന്ന് പറയുന്നത്. ഈ അക്ഷരങ്ങൾ ചേർന്നാണ് വാക്കുണ്ടാവുന്നത്. ആ വാക്ക് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു വാക്യം ഉണ്ടാവുന്നത്. ഇനി നമുക്ക് അക്ഷരങ്ങളിലെ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങൾ നോക്കാം. സ്വരാക്ഷരങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അ, ആ, ഇ, ഉ, ഋ, എ, ഐ, ഓ, ഔ, അം, ആ. ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ സ്വരാക്ഷരങ്ങളിൽ ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തിനനുസരിച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹ്രസ്വം അതുപോലെ തന്നെ ദീർഘം. ഹ്രസ്വം അതുപോലെ ദീർഘം. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ പറയുമ്പോൾ ആ, ഇ, എ എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത് അല്ലേ? അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ എന്താണ്? ഹ്രസ്വം എന്ന് പറയും. അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങളെ ഹ്രസ്വം എന്ന് പറയും. ഇനി ആ, ഈ, എ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങളെ എന്ത് പറയും? ദീർഘം എന്ന് പറയും. അപ്പൊ ഹ്രസ്വം എന്ന് പറയുമ്പോൾ ആ, ഇ, ഉ, എ, ഋ, ഓ ഇത്രയും എന്താണ്? ഹ്രസ്വമാണ് അല്ലെ? ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഹ്രസ്വം എന്ന് പറയുന്നത്. സ്വരാക്ഷരങ്ങളിൽ ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം അനുസരിച്ചിട്ട് ഹ്രസ്വം ദീർഘം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയം കുറച്ചെടുത്ത് പറയുന്നതൊക്കെയാണ് ആ, ഇ, ഉ, ഓ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയമാണ് എടുക്കുന്നത്. അതിനെയാണ് ഹ്രസ്വം എന്ന് പറയുക. അതുപോലെ ദീർഘം എന്ന് പറയുമ്പോൾ ആ, ഈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? കുറച്ച് ടൈം എടുത്തിട്ടാണ് പറയുന്നത്. കുറച്ച് സമയം എടുത്ത് പറയുന്നതിന് നമ്മൾ എന്ത് പറയും? ദീർഘം എന്ന് പറയും. ഇനി ഇതിന്റെ ഭാഗത്ത് വരുന്ന മറ്റൊരിതാണ് ചുട്ടെഴുത്ത്. എന്താണ്? ചുട്ടെഴുത്ത്. ചുട്ടെഴുത്ത് എന്ന് പറയുമ്പോൾ ചൂണ്ടിപ്പറയുക. ചൂണ്ടിപ്പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. ചൂണ്ടിപ്പറയുക. അതിൽ വരുന്നതാണ് ആ, ഇ, എ. ഇതാണ് ചുട്ടെഴുത്ത്. 3 എണ്ണം. ആ, ഇ, എ ഇതാണ് ചുട്ടെഴുത്ത്. അതായത് ആ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ. അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? അകലെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് അല്ലെ? അവിടെ എന്ന് പറയുമ്പോൾ അകലെയുള്ളതിനെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചുട്ടെഴുത്താണ് എന്ത്? ആ എന്ന് പറയുന്നത്. ഇനി ഈ എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തുള്ളതിനെ പറ്റി പറയുന്നതിനെയാണ് നമ്മൾ ഏത് ചുട്ടെഴുത്താണ് ഉപയോഗിക്കുന്നത്? ഈ ആണ് ഉപയോഗിക്കുന്നത്. ഇനി എ എന്ന് പറയുമ്പോൾ എന്ത്, എവിടെ, എങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കാൻ അല്ലെ? ചോദ്യ രൂപേണ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ചുട്ടെഴുത്താണ് എ എന്ന് പറയുന്നത്. അപ്പോൾ അകലെയുള്ളതിനെ സൂചിപ്പിക്കുന്ന ചുട്ടെഴുത്ത് ഏതാണ്? ആ ആണ്. അതുപോലെ അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന ചുട്ടെഴുത്ത് ഇ. അതുപോലെ ചോദ്യ രൂപേണ ചോദിക്കുന്ന ചുട്ടെഴുത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എ. അപ്പൊ ചുട്ടെഴുത്ത് എന്ന് പറയുന്നത് എന്താണ്? ചൂണ്ടിപ്പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചുട്ടെഴുത്ത്. അകലെയുള്ളതിനെ പറയാനായിട്ട് ആ ഉപയോഗിക്കും. അവിടെ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അകലെയുള്ളതിനെയാണ്. അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തുള്ളതിനെ പറയാനാണ് ഈ എന്ന് പറയുന്നത് ചുട്ടെഴുത്ത്. അടുത്തത് എ എന്ന് പറയുമ്പോൾ എന്ത്, എങ്ങനെ. എ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ചോദ്യമാണ് അല്ലെ? ഇപ്പൊ ചോദ്യ രൂപേണ ചോദിക്കുന്ന അത് ചുട്ടെഴുത്ത് ഏതാണ്? എ ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ആ, ഈ, എ ഇതാണ് 3 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ചുട്ടെഴുത്ത്. ഇനി അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കാം. നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ആ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് സ്വയം അതിനെ ഉച്ചരിക്കും. സ്വയം ഉച്ചാരക്ഷമമായിട്ടുള്ള അക്ഷരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. സ്വയം ഉച്ചാരക്ഷമമായിട്ടുള്ള അക്ഷരങ്ങൾ, അതായത് അത് തന്നെ പറയാം നമുക്ക്. ആ വേറെ ഏതിൻ്റെയും സഹായം വേണ്ട. എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് സ്വരാക്ഷരങ്ങളുടെ സഹായം വേണം. അതായത് ഇപ്പൊ ക എന്ന് പറയുമ്പോൾ ക പ്ലസ് ആ, നമ്മൾ നേരത്തെ പഠിച്ചു ക പ്ലസ് ആയാണ് എന്തെന്ന് പറയുന്നത്? ക എന്ന് പറയാം. അപ്പൊ സ്വരാക്ഷരങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ഉച്ചരിക്കുന്നത്? വ്യഞ്ജനാക്ഷരം ഉച്ചരിക്കുന്നത്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എന്തിന്റെ സഹായം വേണം? സ്വരാക്ഷരത്തിന്റെ സഹായം വേണം എന്ന് പറഞ്ഞു. ഇനി ഈ വ്യഞ്ജനാക്ഷരങ്ങളെ അത് ഉച്ചരിക്കാൻ എടുക്കുന്ന പ്രയത്നത്തിന്റെ, അതുപോലെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ഏത് ഭാഗമാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ തൊണ്ട കൊണ്ടാണോ നാവ് കൊണ്ടാണോ, അങ്ങനെ അതിനനുസരിച്ചിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഇപ്പോൾ ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നീളത്തിൽ ക ച ട ത പ ഖ ച ട ത പ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് നോക്കുക. അതിനൊരു സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക ച ട ത പ ഇതൊരു സെക്ഷൻ ഖരം എന്നാണ് പറയുക. ക ച ട ത പ ഫസ്റ്റത്തെ ഇതെന്താണ്? ഖരം എന്നാണ് പറയുക. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടെ നമ്മൾ കടുപ്പിച്ച് പറയും അല്ലേ, കുറച്ചും കൂടെ ഘനത്തിലാണ് നമ്മൾ എന്ത് പറയുക? ഖ ഝ ഢ ധ ഭ എന്നാണ് പറയുന്നത്. ക ച ട ത പ അതിനെക്കാട്ടിലും കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നത് കൊണ്ട് ഇതിനെ ഖരമാണ് ഇത്. അപ്പൊ ഇത് കുറച്ചുകൂടെ കടുപ്പിക്കുന്നത് കൊണ്ട് അതിഖരം. ഈ സെക്ഷൻ എന്താ പറയാ? അതിഖരം എന്നാണ് പറയുന്നത്. ഇനി ഇത് അതിഖരം. ഇവിടെ നോക്ക ഗ ജ ഡ ദ ബ ഇവിടെ ഭയങ്കര നമ്മൾ എന്താണ്? ഭയങ്കര മൃദുവായിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിനെന്താണ്? മൃദു എന്നാണ് പറയുന്നത്. ഇവിടെ കടുപ്പിക്കലൊന്നുമില്ല, നമ്മൾ മൃദുവായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ മൃദു എന്ന് പറയും. ഇവിടെ ഖരമായിരുന്നു, കുറച്ചുകൂടെ കടുപ്പിച്ചിട്ട് ഖ ഝ ഢ ധ ഭ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിഖരം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മൃദുവായിട്ടാണ് പറയുന്നത്, ഗ ജ ഡ ദ ബ. അപ്പൊ നമ്മൾ എന്താണ്? അവിടെ മൃദു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നോക്കാം, ഖ ഝ ഢ ധ ഭ ഇവിടെ ഉള്ളതിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ കടുപ്പിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? ഘോരം എന്ന് പറയും. എന്താണ് ഈ ഭാഗം? ഘോരം എന്ന് പറയും. ഇനി ങ ഞ ണ ന മ ഇതൊക്കെ നമ്മൾ എന്താണ്? മൂക്ക് കൊണ്ടാണ് അല്ലെ, മൂക്കിന്റെ ഭാഗം വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അനുനാസികം എന്ന് പറയും. എന്താണ് പറയുന്നത്? അനുനാസികം. അനുനാസിക എന്നാണ് പറയുന്നത്. ങ ഞ ണ ന മ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? മൂക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ അനുനാസികം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ക ച ട ത പ ഈ ഭാഗം എന്താണ്? ഖരം. അതിനേക്കാൾ കടുപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഖ ച ഢ ധ ഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ അതിഖരം എന്ന് പറഞ്ഞു. ഇനി ഗ ജ ഡ ദ ഭ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മൃദുവായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ മൃദു എന്ന് പറഞ്ഞു. ഇതിനെക്കാട്ടിലും ഒക്കെ നല്ലപോലെ കടുപ്പിച്ചിട്ടാണ് നമ്മൾ ഘോരമായിട്ടാണ് പറയുന്നത്, ഖ ഝ ഢ ധ ഭ. അപ്പോൾ അതിനെ ഘോരം എന്ന് പറഞ്ഞു. ഇനി ങ ഞ ണ ന മ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? മൂക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അനുനാസികം എന്ന് പറയുന്നു. ഇതൊരു തരംതിരിച്ചത് കഴിഞ്ഞു. ഇനി നോക്കാം, ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ക ഖ ഗ ഘ ങ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? തൊണ്ട അല്ലേ. തൊണ്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ക ഖ ഗ ഘ ങ തൊണ്ടയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയും? കാണ്ഡ്യം എന്ന് പറയുന്നു. എന്താണ്? കാണ്ഡ്യം. നമ്മുടെ കഴുത്ത് എന്നാലോ, കഴുത്ത് കണ്ഠം എന്ന് ഓർത്ത് നോക്കുക. കാണ്ഡ്യം എന്നാണ് പറയുന്നത്. ഇനി ച ഛ ജ ഛ ഞ ച ഛ ജ ഛ ഞ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അണ്ണാക്കാണ് ഉപയോഗിക്കുന്നത്. അതിനെ താലവ്യം എന്നാണ് പറയുന്നത്. ഈ സെക്ഷൻ എന്താണ് പറയുന്നത്? താലവ്യം. ഇനി ട ഠ ഡ ഠ ണ ട ഠ ഡ ഠ ണ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? ട ഠ ഡ ഠ ണ. നമ്മുടെ നാക്ക് മുകളിലോട്ടും വളച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ മൂർധന്യം എന്ന് പറയും. മൂർധന്യം എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഏത് ഭാഗമാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നനുസരിച്ചിട്ട് നമുക്ക് തന്നെ അത് എഴുതാനായിട്ട് പറ്റും. അടുത്തത് ത ഥ ദ ഥ ന ത ഥ ത ഥ ദ ഥ ന എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പല്ലുകൾ അല്ലേ, പല്ല് കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അതിനെ ദന്ത്യം എന്ന് പറയും. പല്ല് ഉപയോഗിച്ച് പറയുന്നതുകൊണ്ട് അതിനെ ദന്ത്യം എന്ന് പറയുന്നു. ഇനി പ ഫ ബ ഫ മ പ മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്? ചുണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഓഷ്ട്യം എന്ന് പറയും. ചുണ്ട് ഉപയോഗിച്ച് പറയുന്നതിന് എന്തുകൊണ്ട് പറയുന്നു? ഓഷ്ട്യം എന്ന് പറയും. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളെ അവ ഉച്ചരിക്കാൻ എടുക്കുന്ന പ്രയത്നത്തിൻ്റെയും അതുപോലെ തന്നെ ഏത് ഭാഗം വെച്ചിട്ടാണ് അത് ഉച്ചരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് തരംതിരിച്ചതാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ക ച ട ത പ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഖരം. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കടുപ്പത്തിലായതുകൊണ്ട് ഖ ച ഠ ദ ഭ അതിഖരം. ഇത് ഗ ജ ഡ ദ ഭ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മൃദുവാണ്. അതുകൊണ്ട് മൃദു. ഘോരം, അനുനാസികം. ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ക ഖ ഗ ഘ ങ എന്താണ്? കാണ്ഡ്യം, കഴുത്ത്. കാണ്ഡ്യം എന്ന് ആലോചിച്ച് നോക്കുക. ച ഛ ജ ഛ ഞ എന്ന് പറയുമ്പോൾ താലവ്യം. ട ഠ ഡ ഠ ണ മൂർധന്യം. ത ഥ ധ ധ ന ദന്ത്യം. പ ഫ ബ ഫ മ ഓഷ്ട്യം. അപ്പോൾ ഇത്രയാണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ താരതമ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ പ ഫ ബ ഫ മ വരെ പറഞ്ഞു.
ഇനി നോക്കാം ബാക്കിയുള്ള യാ രാ ലാവ മുതൽ റാ വരെ. ഇതില് വേർതിരിവുണ്ട്. യാ രാ ലാവ ഈ 4 പറയുന്ന പേരാണ് മധ്യമങ്ങൾ. എന്താണ്? മധ്യമങ്ങൾ എന്ന് പറയും. ഈ ലാ ഴ റ ലാസ്റ്റ് ഉള്ള 3 ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് പറയും. എന്താണ്? ഇത് മധ്യമങ്ങൾ, ദ്രാവിഡ മധ്യമങ്ങൾ. ഇനി ഷ ഷ സ ഈ 3 ഊഷ്മാക്കൾ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഊഷ്മാക്കൾ. ഇനി ഹായെ ഘോഷി. എന്താണ്? ഘോഷി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ യാ രാ ലാ വ ആദ്യത്തെ 4 മധ്യമങ്ങൾ, അവസാനത്തെ 3 ള ഴ റ ദ്രാവിഡ മധ്യമങ്ങൾ, അതുപോലെ ഷ ഷ സ ഈ 3 എന്താ പറയുന്നത്? ഊഷ്മാക്കൾ. അതുപോലെ ഹായ് എന്ത് പറയാം? ഘോഷി എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് ശബ്ദ വിഭാഗത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.